ഹായ് കൂട്ടുകാരെ, ടോട്ടൽ തിയേറ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ പൂരം കാണാൻ പോവുകയാണ്. പൂരനഗരിയിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞങ്ങൾ നേരെ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലേക്കാണ് പോകുന്നത്. പൂരത്തിന്റെ തിരക്ക് കാരണം ഇവിടെ റോഡുകളിൽ കൂടി വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. അത്യാവശ്യ സർവീസുകൾ മാത്രമേ ഇതിൽ നടത്തുന്നുള്ളൂ. ഇവിടെ എല്ലാവരും പൂരത്തിന്റെ ആവേശത്തിലാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിശേഷണമുള്ള തൃശ്ശൂർ നഗരത്തിലെ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂരിന്റെ മാത്രം ഉത്സവമല്ല തൃശ്ശൂർ പൂരം. ഇത് മുഴുവൻ മലയാളികളുടെയും ഉത്സവമാണ്. ഇതിന് ജാതി മത ഭേദമില്ല. മലയാളികളുടെ ഒരു പൊതുവികാരമാണത്. തൃശ്ശൂർ പൂരത്തിൽ പങ്കാളികളാവുന്ന ക്ഷേത്രങ്ങളാണ് കണിമംഗലം ശാസ്താക്ഷേത്രം, ചെമ്പൂക്കാവ് ഭഗവതി ക്ഷേത്രം, പനമുക്കുംപള്ളി ശാസ്താക്ഷേത്രം, കാരമുക്ക് ഭഗവതി ക്ഷേത്രം, ലാലൂർ ഭഗവതി ക്ഷേത്രം, പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം, അയ്യന്തോൾ ഭഗവതി ക്ഷേത്രം, നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവ. ഈ ക്ഷേത്രങ്ങളെല്ലാം രണ്ട് ഗ്രൂപ്പുകളിലായി അണിനിരക്കുന്നു. അതിന് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും പാറമേക്കാവ് ഭഗവതി ക്ഷേത്രവും നേതൃത്വം നൽകുന്നു. (2025) തൃശ്ശൂർ പൂരം ഏപ്രിൽ 30 കൊടിയേറി മെയ് 6 പൂരം. കൊടിയേറ്റത്തോടെ പൂരം ഔദ്യോഗികമായി ആരംഭിക്കും. പൂരത്തിന് 7 ദിവസം മുമ്പ് കൊടിയേറ്റ ചടങ്ങ് നടത്തുന്നു. ഇതിൽ പൂരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും പങ്കെടുക്കുന്നു. കൊച്ചി രാജാവ് ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത്. 1796 മേടമാസത്തിലെ പൂരം നാളിൽ ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു. അദ്ദേഹത്തിന്റെ കാലത്ത് ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറ്റവും വലിയ പൂരം. 1796 ആറാട്ടുപുഴ പൂരത്തിന് വലിയ കാറ്റും മഴയും കാരണം കുറച്ച് ഘടകക്ഷേത്രങ്ങൾക്ക് സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. എന്നാൽ വൈകി എത്തിയത് കാരണം അവരെ പൂരത്തിൽ പങ്കെടുപ്പിച്ചില്ല. അങ്ങനെ അപമാനം നേരിട്ട ക്ഷേത്ര ഭാരവാഹികൾ ശക്തൻ തമ്പുരാന് വിവരം ധരിപ്പിച്ചു. ഇതിനെ തുടർന്നാണ് ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ പൂരം ആരംഭിച്ചത്. മഠത്തിൽ വരവ്, പൂരപ്പുറപ്പാട്, ഇലഞ്ഞിത്തറ മേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം, വെടിക്കെട്ട് എന്നിവയാണ് പൂരത്തിലെ പ്രധാന ചടങ്ങുകൾ.
ചെണ്ടമേളങ്ങളുടെയും ആനകളുടെയും ഉത്സവമാണ് തൃശ്ശൂർ പൂരം. കേരളത്തിലെ പ്രധാന ഗജവീരന്മാരെല്ലാം ഇവിടെ അണിനിരക്കുന്നു. പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയുമായി 100-ലധികം ആനകളാണ് 2025 പൂരത്തിനെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആകർഷകം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗജവീരനാണ് രാമൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഗജവീരനും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. ഈ വർഷത്തെ പൂരത്തിൽ ചെമ്പൂക്കാവ് ശ്രീ കാർത്യായനി ദേവിയുടെ തിടമ്പാണ് രാമൻ ഏറ്റുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി മെയ് 5-ന് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേനട തള്ളി തുറന്ന് പൂരവിളംബരം നടത്തിയത്. കാരമുക്ക് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത് ശങ്കരൻകുളങ്ങര ഉദയൻ എന്ന ഗജവീരനാണ്. ചൂരക്കാട്ട് ദേവിയുടെ തിടമ്പേറ്റുന്നത് ഗുരുവായൂർ ബാലകൃഷ്ണനാണ്. തിരുവമ്പാടിയുടെ പ്രധാന ഗജവീരന്മാരാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ, തിരുവമ്പാടി കണ്ണൻ, കുട്ടൻകുളങ്ങര അർജുനൻ, ഗുരുവായൂർ രാജശേഖരൻ, പുതുപ്പള്ളി സാധു, ഊട്ടോളി അനന്തൻ, പൂക്കൻസ് കുഞ്ചു, ചിറക്കര ശ്രീരാം, കിരൺ നാരായണൻകുട്ടി, പാമ്പാടി സുന്ദരൻ, ഗുരുവായൂർ ഗോകുൽ, ഗുരുവായൂർ സിദ്ധാർത്ഥൻ, ആക്കിക്കാവ് കാർത്തികേയൻ, വൈലാശ്ശേരി അർജുനൻ, ആമ്പാടി ബാലൻ, ചേർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ തുടങ്ങി കേരളത്തിലെ പ്രമുഖ ഗജവീരന്മാരെല്ലാം ഇവിടെ അണിനിരക്കുന്നു. കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ എത്തിയതോടെയാണ് പൂരം തുടങ്ങിയത്. പിന്നാലെ മറ്റ് ഘടകദൈവങ്ങളും വടക്കുംനാഥനെ വണങ്ങാനെത്തി. തിരുവമ്പാടി ഭഗവതി കൃത്യസമയത്ത് തന്നെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. മഠത്തിലെ പൂജകൾക്ക് ശേഷം പുറത്തിറങ്ങിയ ഭഗവതിക്ക് മുന്നിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം പൊട്ടിക്കയറി. ഉച്ചയോടെ പാറമേക്കാവ് ഭഗവതി പൂരത്തിനായി പുറപ്പെട്ടു. ഇതിനു പിന്നാലെ ഇലഞ്ഞിത്തറ മേളം നടന്നു. ശേഷം വൈകുന്നേരം 5:30-ഓടെയാണ് തേക്കിൻകാട് മൈതാനിയിൽ കുടമാറ്റം തുടങ്ങിയത്. കുടമാറ്റം കഴിയുമ്പോഴേക്കും രാത്രി പൂരത്തിന്റെ സുന്ദര കാഴ്ചകൾ പിറക്കും. രാത്രി 11 മണിക്ക് പാറമേക്കാവിന്റെ പഞ്ചവാദ്യം ഉണ്ടാവും.
പിന്നീട് പുലർച്ചെ 3 മണിയോടെയാണ് വെടിക്കെട്ട് നടക്കുക. പകൽ പൂരവും പിന്നിട്ട് ഉച്ചയോടെ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ വടക്കുന്നാഥനെ സാക്ഷിയാക്കി ഉപചാരം ചൊല്ലുന്നതോടെയാണ് പൂരം പിരിയുക. നാടും നഗരവുമെല്ലാം പൂരത്തിന്റെ ആവേശത്തിലാണ്. മേളത്തിന്റെ ഒപ്പം താളം പിടിക്കുന്ന ജനലക്ഷങ്ങളെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പൂരത്തിന്റെ ആവേശത്തിന് പ്രായഭേദമില്ല, ജാതിമത വ്യത്യാസമില്ല. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും മേളത്തിന്റെ ഒപ്പം താളം പിടിച്ചുകൊണ്ട് പൂരാവേശത്തിൽ പങ്കാളികളാവുന്നു. പൂരക്കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.